5 കൊല്ലം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അവർക്ക് ഓർമ്മ ഉണ്ടായിട്ടില്ല. 2 രൂപ കരി കൊടുക്കുന്നവർ പറഞ്ഞത് എപ്പോഴാണെന്നറിയോ? പോവാൻ നേരത്ത് സക്രാത്തിന്റെ ഹാലിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ആ 2 രൂപയുടെ അരിന്റെ ഓർമ്മ വന്നു. 5 കൊല്ലം അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. കൊടുക്കാനായിരുന്നെങ്കിൽ ഭരണം കിട്ടി 5 വർഷത്തിന്റെ ഉള്ളിൽ പാവങ്ങൾക്ക് 2 രൂപയുടെ അരി കൊടുക്കണമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണേണ്ട 6 ദിവസം മുമ്പ് അതിനുള്ള പണം നീക്കി വെച്ചിട്ടുണ്ടോ? പണം നീക്കി വെച്ചിട്ടില്ല. നടപടിക്രമം പൂർത്തിയാക്കിയിട്ടുണ്ടോ? നടപടിക്രമം പൂർത്തിയാക്കിയിട്ടില്ല. എന്താ ഇപ്പൊ അവർ വിചാരിച്ചത്? കേരളത്തിലെ ജനങ്ങള് തനി കടലാസിന് വെട്ടിയെടുത്ത ആളുകളാണ്, ഫൂളുകളാണ് എന്ന് വിചാരിച്ചത്. അതുപോലെ 10-15 കൊല്ലം മുമ്പുള്ള കുറെ കേസ് കെട്ടുകിട്ടെടുത്തു. കുറെ കേസ് ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തു. അപ്പൊ അതിനൊന്ന് സ്റ്റോപ്പായി. അതും കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി ഇങ്ങനെ നടക്കുകയാണ്. കുറച്ചാളുകളൊക്കെ, സ്വന്തം അനുയായികളൊക്കെ ഇതുകൊണ്ട് ആവേശം കൊള്ളിക്കാം എന്ന് വിചാരിച്ച് UDF നേതാക്കന്മാർക്കൊക്കെ എതിരായി, പ്രമുഖ നേതാക്കന്മാർക്കൊക്കെ എതിരായി കുറച്ച് ഉഗ്ര വർത്തമാനങ്ങൾ പറയും. തെരഞ്ഞെടുപ്പാണ്, അതിനൊരു മര്യാദയാണ്, അതുപോലും പാലിക്കാം. ഇതൊക്കെ ജനങ്ങൾ കാണില്ലേ? ജനങ്ങൾക്കറിയാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് എല്ലാവരും കരുതിയത് എന്താ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇടതുപക്ഷത്തിന് മേൽക്കൈയായിരിക്കുന്ന. വന്നപ്പോ എന്താ റിസൾട്ട്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞു, വന്നപ്പോ എന്താ റിസൾട്ട്? നോക്കിക്കോ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതിനെയും കടത്തിവെട്ടുന്ന റിസൾട്ട് ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ടാവും. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നേരെ പറയും. ഞങ്ങളെ മാനിഫെസ്റ്റോ അവതരിപ്പിക്കും. മലപ്പുറം ജില്ല 5 വർഷം കാലിയാണ്. ഈ 5 വർഷം എന്ത് ചെയ്തു? ഈ 5 വർഷം വിദ്യാഭ്യാസ രംഗെടുക്കുക, 1 ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല. കുട്ടികൾ എത്ര ഈ 5 കൊല്ലത്തിനുള്ളിൽ ഇവിടെ പാസ്സാകുന്നുണ്ട്? ഇടതുപക്ഷം ചിന്തിച്ചിട്ടുണ്ടോ അവർക്ക് എവിടെ അഡ്മിഷൻ കിട്ടാൻ പോകണമെന്നുള്ളത്? ചിന്തിച്ചിട്ടില്ല. വർത്തമാനം പറയാൻ ആർക്കാ കഴിയാത്തത്? മലപ്പുറം ജില്ലയിലെ കുട്ടികൾ 10ാം ക്ലാസ് പാസ്സായാൽ അത് കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല ഇടതുമുന്നണിക്ക്. ആ ഇടതുമുന്നണിയെ തന്നെ വീണ്ടും അധികാരത്തിലേക്കണം. കാരണം എന്താ? കാരണമൊന്നുമില്ല. ഞങ്ങളെ കാലത്താണ് ഇവിടെ റബ്ബറൈസ് ചെയ്യുന്ന പദ്ധതികൾ കൊണ്ടുവന്നത്, വമ്പിച്ച പദ്ധതികൾ കൊണ്ടുവന്നത്. ആ പദ്ധതി നിർത്തിവെച്ചു. ഒരു രാഷ്ട്രീയ മുദ്രാവാക്യത്തിന്റെ പേരിൽ നിർത്തിവെച്ചു. 2.5 കൊല്ലം കഴിഞ്ഞ ശേഷം പിന്നെ പതുക്കെ തുടങ്ങി. എന്തും ചെയ്യാം. അതുവരെ റോഡ് മുഴുവൻ തകർന്ന് പൊട്ടി പാളീസായി ഇപ്പൊ കുഴി അടച്ച് വെച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് കുഴി അടച്ച് വെച്ചിരിക്കുകയാണ്. ഏപ്രിൽ മെയ് കഴിഞ്ഞ് നല്ലൊരു മഴ വന്നാൽ വീണ്ടും കുഴിയായി. ആ പദ്ധതി എവിടെ പോയി? ഞങ്ങളെ കാലമായിരുന്നെങ്കിൽ മുഴുവൻ നല്ല 1ാം നമ്പർ റബ്ബറൈസിന്റെ റോഡുകളാവുമായിരുന്നു. സ്മാർട്ട് സിറ്റി പറയുന്നുണ്ടല്ലോ, കിട്ടിപ്പോയി. തെരഞ്ഞെടുപ്പ് അരി 2 രൂപയുടെ അരിന്റെ കാര്യമായി തന്നെ യൂസുഫ് അലി കൊണ്ടുവന്നിരിക്കുന്നു എന്നാ പറയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ 8 ദിവസം മുമ്പ്. അത് 5-6 കൊല്ലം മുമ്പ് വന്ന് അവിടെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുമായിരുന്നു. ആ പദ്ധതി ഞങ്ങൾ പറഞ്ഞ സമയത്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്താണ് പത്രത്തിന്റെ ഏട്ടിലെ പശുവല്ലാതെ ചൂണ്ടിക്കാണിക്കാൻ ഇടതുപക്ഷം ഒരു സാധനം കാണിച്ചു തന്നാൽ നിങ്ങൾ പറയും പോലെ ചെയ്യാം. നേരെ മറിച്ച് UDF ഭരണം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാം. ടെക്നോ പാർക്ക് അതാ, ഇൻഫോ പാർക്ക് അതാ, സ്മാർട്ട് സിറ്റി അതാ, കാക്കഞ്ചേരി പാർക്ക് അതാ, വ്യവസായം അതാ, ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാം. വ്യവസായ രംഗത്ത് എന്താ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു സാധനം കേരളത്തിൽ വന്നിട്ടില്ല. ജനങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റാൻ വരുത്തിയത്? ആരോഗ്യരംഗത്ത് ഇല്ലാത്ത ചീത്തപ്പേര് മുഴുവൻ ഉണ്ടായത് ഇടതുപക്ഷ ഭരണകാലത്ത്. ആ കുട്ടികൾ മരിക്കലും അത് നേരെ മറിച്ച് UDFന്റെ ഭരണത്തിന്റെ അവസാനത്തിൽ കൊണ്ടുവന്നിരുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വെറുതെ ഇവർ അട്ടിമറിച്ചു. പാവങ്ങളായ ആളുകൾക്ക് ചികിത്സക്ക് അതിന് സ്വയം പര്യാപ്തമാക്കുന്ന നല്ല 1ാം നമ്പർ പദ്ധതി UDF കൊണ്ടുവന്നത് LDF കളഞ്ഞു. സർക്കാർ ആശുപത്രി, മഞ്ചേരിയിലെ ഗവൺമെന്റ് ആശുപത്രിന്റെ കെട്ടിടമൊക്കെ ഇടതുപക്ഷത്തിന്റെ പട്ടികയിൽ നേട്ടാക്കി എഴുതി വെച്ചിരിക്കുന്നു. പണം പിരിച്ച് നാട്ടുകാരിൽ നിന്ന് ഉണ്ടാക്കിയ, ജില്ലാ പഞ്ചായത്തെല്ലാം കൂടി ഉണ്ടാക്കിയ ആശുപത്രി കെട്ടിടം അച്യുതാനന്ദന്റെ പടവും വെച്ച് അതിന്റെ ചോട്ടിൽ എഴുതി വെക്കുക.
അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. UDF ഒരു കാഴ്ചപ്പാടുണ്ട്, UDF ഒരു പദ്ധതിയുണ്ട്. നമ്മുടെ മാനിഫെസ്റ്റോ പുറത്തു വരും. കേരളത്തിൽ സമയബന്ധിതമായി മാറ്റം വരുത്താൻ നമുക്ക് കഴിയും. ബഹുമാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ പറഞ്ഞു, കേരളം ഇങ്ങനെ നിൽക്കേണ്ട ഒരു സ്റ്റേറ്റ് അല്ല. കേരളം സത്യത്തിൽ ഒരു വികസിത രാജ്യത്തോടൊപ്പം പോകേണ്ട സ്റ്റേറ്റാണ്. അവിടെ ഈ അച്യുതാനന്ദന്റെ വർത്താനം കേട്ടിരുന്നാൽ ഇവിടുത്തെ ചെറുപ്പക്കാര് ഇവിടെ കുഴിയെണ്ണേണ്ടി വരും. ചെറുപ്പക്കാർക്ക് നാളെ ഇവിടെ നൂതനമായ ടെക്നോളജിയിലും നൂതനമായ രംഗത്തുമൊക്കെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത് നല്ല കാഴ്ചപ്പാടോടുകൂടി ഗ്ലോബൽ മീറ്റും ബാക്കിയുള്ളതൊക്കെ അവതരിപ്പിച്ച് കേരളത്തിൽ ഇവിടെ IT വ്യവസായ അതുപോലെ പുതിയ ടെക്നോളജി രംഗത്തൊക്കെ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കാഴ്ചപ്പാടോടുകൂടി പോകണമെങ്കിൽ UDF ഗവൺമെന്റ് വരണം. ഇല്ലെങ്കിൽ ഇത് തന്നെ നാടൻ ഭാഷയിൽ നമ്മൾ പറയില്ലേ, കുട്ടാറുവിന്റെ ഗതി. അത് തന്നെ അച്യുതാനന്ദനും അതുപോലെ തന്നെ പിണറായിയും തമ്മിലുള്ള വഴക്കും കണ്ട് നമ്മൾ ഇരിക്കേണ്ടി വരും. വല്ലാത്തൊരു ഭരണല്ലേ, തിരിച്ചു കൊണ്ടുപോയിട്ട് വരില്ല, ആളുകൾക്ക് ബേജാറുള്ള ഒരു ഭരണല്ലേ ഇപ്പൊ കഴിഞ്ഞുപോയത്. ചുവപ്പ് നാട എന്ന് പറഞ്ഞ അല്ലെങ്കിൽ തന്നെ ഭരണത്തിൽ ഒരു സാധനമുണ്ട്, ഒരു നാടയും കൂടി എക്സ്ട്രാ ഉണ്ടായി ഇവരെ സമയത്ത്. അച്യുതാനന്ദനും പിണറായിയും തമ്മിലുള്ള സംവാദം, അതിന് AKG സെന്റർക്ക് എല്ലാ ഫയലും പോകണം, തിരിച്ചു വരും. ആ സമയം കൂടി വൈകി ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാവില്ല. ചെറിയ കാര്യത്തിൽ പോലും ഭരണത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത സ്ഥിതി ഇവരുടെ രാഷ്ട്രീയ വഴക്കുകൊണ്ടുണ്ടായി. എന്നിട്ടാ ജനങ്ങളോട് പറഞ്ഞ അതേ ഭരണം തിരിച്ചു കൊണ്ടുവരണം എന്നെങ്ങനെയുണ്ട്? ജനങ്ങളതിന് തയ്യാറാവില്ല. അതാണ് പഞ്ചായത്തിൽ കേരളം പിറന്നതിന് ശേഷം ഇതേമാതിരി റിസൾട്ട് ഉണ്ടായിട്ടില്ല. ആ പഞ്ചായത്ത് നിൽക്കുകയാണ്, ആ റിസൾട്ട് നിൽക്കുകയാണ്, ഭരണമാറ്റം എന്ന വികാരം നിൽക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും UDF അധികാരത്തിൽ വരും. ഏറനാട് മണ്ഡലം തങ്ങൾ പറഞ്ഞതുപോലെ പുതുതായി ഉണ്ടായ മണ്ഡലമാണ്. നമുക്ക് ഏറ്റവും അധികം വികസനം ആവശ്യമുള്ള ഒരു മേഖലയാണ്. വികസനത്തിന് മണ്ടിപ്പായാൻ പറ്റിയ ഒരാളെയാണ് നമ്മളിവിടെ നിർത്തിയിട്ടുള്ളത്. അതിന് ബഷീറിനെ നിയമസഭയിൽ എത്തിക്കുക, ബാക്കി കാര്യം ഞങ്ങളെല്ലാവരും കൂടി ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.